കഴിഞ്ഞ സീസണിൽ ഇക്കാര്യത്താൽ വാനിലയ്ക്ക് 30% അധിക വില ലഭിച്ചു. ജൈവ കൃഷിയിൽ വിളഞ്ഞ അരിക്ക് ഇരട്ടിയിലധികം വില ലഭിക്കുന്നു. 7 ഏക്കറോളം വരുന്ന തമ്പി തോമസിന്റെ പുരയിടത്തിൽ എല്ലാവിധ കൃഷികളുമുണ്ട്. അധിക പങ്കും പഴവർഗ്ഗങ്ങൾ തന്നെ. മാങ്ങ, പേരക്ക, ചക്ക, വാഴപ്പഴങ്ങൾ, മാംഗോസ്റ്റിൻ, കപ്പളങ്ങ, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയവ ഈ തൊടിക്ക് നൽകുന്ന വർണ്ണപ്പൊലിമ ആരുടെയും മനസ്സിനെ കീഴടക്കാൻ പോന്നതാണ്. ഇപ്പോൾ മാംഗോസ്റ്റിൻ കൃഷിയിലാണ് തമ്പി തോമസ് കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്. നല്ല രുചിയും മിനറൽ വാല്യൂവുമുള്ള പഴമാണിത്. 70 മരങ്ങളിൽ നിന്നായി ഈ വർഷം ഇദ്ദേഹം വിറ്റത് 1/2 ടൺ മാംഗോസ്റ്റിൻ പഴങ്ങളാണ്. ജൈവ വൈവിധ്യതയുടെ ഉത്തമ മാതൃകയായ ഈ പുരയിടത്തിൽ പഴങ്ങളോടൊപ്പം അനേകം കൃഷികളും കാണാനാവും. തിരിയിട്ടു തുടങ്ങിയ ധാരാളം കുരുമുളക് കൊടികൾ ഇവിടെയുണ്ട്. ജാതിയാണ് അധിക വരുമാനം തരുന്ന മറ്റൊരു വിള. എല്ലാം നാടൻ ജാതികൾ തന്നെ. ഒരു ജാതി മരത്തിൽ ശരാശരി 1000 കായ്കൾ ലഭിക്കുന്നുണ്ട്. കമുകുകൾക്ക് നന്നേ ചെറുപ്പമാണ്. കായ്ഫലം തന്നു തുടങ്ങിയിട്ടേയുള്ളൂ. ജൈവവളങ്ങൾ മാത്രമാണ് ഇവയിലും പ്രയോഗിക്കുന്നത്. കമുക് തോട്ടത്തിലെ ഇടകൃഷിയാണ് വാനില. കമുകും വാനിലയ്ക്ക് താങ്ങുമരമാവുന്നു. വാനിലയ്ക്ക് മുന്തിയ വില കിട്ടിയ കാലത്ത് അതിന്റെ ഫലം നേടിയ അപൂർവം കർഷകരിൽ ഒരാളാണ് തമ്പി തോമസ്. കൃഷിയോടുള്ള അവസരോചിതമായ ദീർഘവീക്ഷണമാണ് അതിന് കാരണമെന്ന് നിസ്സംശയം പറയാം. നമ്മുടെ കാലാവസ്ഥയ്ക്കിണങ്ങിയ ഏതു കൃഷി ചെയ്യുവാനും തമ്പി തോമസ് സദാ ജാഗരൂകനാണ്. എത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള എത്രയും വ്യത്യസ്തമായുള്ള ക്രോപ്പുകൾ നമ്മൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നു അത്രയും നമുക്ക് ഗ്യാരണ്ടി കിട്ടുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്തിരുന്ന വിളകളിൽ എന്ന് പറഞ്ഞാൽ തെങ്ങ്, ജാതി, കമുക്, മറ്റ് ഫലവൃക്ഷങ്ങളെല്ലാം ചെയ്തിരുന്നു. ആ ഇൻ്റർസ്പേസിൽ വാനില ആഡ് ചെയ്തു. വാനിലയ്ക്ക് ഒരു കാലത്ത് വലിയ ഭീമമായ വില കയറി വന്നിട്ട് എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും താഴ്ന്ന വിലയിലും അതിൻ്റേതായ ഗുണം കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫാമിൻ്റെ മൊത്തം ചിലവിലും വരവിലും നോക്കുമ്പോൾ, തട്ടിച്ച് നോക്കുമ്പോൾ അത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ ഈ അഗ്രോ ക്ലൈമറ്റിൽ വളരുന്ന ഏത് ജാതി ചെടി കണ്ടാലും ഞാനത് ഇവിടെ ചേർക്കാവുന്നതാണെങ്കിൽ ചേർക്കും. വിളയിലെ ഈ വൈവിധ്യതയാണ് തമ്പി തോമസിനെ കൂട്ടത്തിൽ വേറിട്ട വ്യക്തിയാക്കുന്നത്. വ്യത്യസ്തമായ വിളകൾ എക്കാലവും സാമ്പത്തിക സംരക്ഷണം തരുന്നു. ജൈവ കൃഷിയിൽ തന്നെ പുതിയ രീതികൾ അവലംബിച്ചിരിക്കുന്നതിനാൽ ചെലവും നന്നേ കുറവാണ്. വർഷങ്ങൾക്ക് മുൻപ് കൊടൈക്കനാലിൽ ഉണ്ടായിരുന്ന തോട്ടത്തിൽ കൂട്ടുകാർക്കൊപ്പം ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി ചെയ്തു വന്നിരുന്ന കാലത്താണ് ഇത്തരം പുതിയ അറിവുകൾ ഇദ്ദേഹത്തെ തേടിച്ചെന്നത്. മരിയ ജോസ് എന്ന ഒരു ബ്രസീലുകാരി പ്രകൃതി കൃഷിരീതികളെക്കുറിച്ച് നടത്തിയ പഠന ക്ലാസ്സിൽ പങ്കെടുക്കാനായത് ഒരു പുതിയ വഴിത്തിരിവിനാണ് നാന്ദി കുറിച്ചത്. വളങ്ങളൊന്നും ചേർക്കാതെയും മണ്ണിളക്കാതെയും പൊതയിട്ടു മാത്രം ചെയ്യുന്ന കൃഷിരീതിയായിരുന്നു അവരുടേത്. മരിയ ജോസിന്റെ രീതി അവലംബിച്ച് ചെയ്ത കൃഷി മികച്ച ഫലം തരികയും ചെയ്തു. റുഡോൾഫ് സ്റ്റെയ്നർ എന്ന ഓസ്ട്രേലിയക്കാരൻ്റെ ബയോഡൈനാമിക് കലണ്ടറിനെ കുറിച്ചറിഞ്ഞതും കൊടൈക്കനാലിൽ വെച്ച് തന്നെയായിരുന്നു. ഞാൻ ഈ കൃഷി തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയല്ല ഞാൻ തുടങ്ങിയത്. ഞാൻ തുടങ്ങിയപ്പോൾ ഈ ജൈവ സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നീട് പല വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കൃഷി രീതിയെപ്പറ്റി അറിയാനിടയായി. അപ്പോൾ ഒരു 3 ആഴ്ച ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു ആ അറിവ് ഇവിടെ അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ബയോഡൈനാമിക് ഫാമിങ്ങിലേക്ക് വന്നത്. മണ്ണിൽ നിന്നുള്ള വസ്തുക്കൾ മണ്ണിന് തന്നെ തിരിച്ചു കൊടുക്കുകയും പുറമേ നിന്നുള്ള കൃത്രിമ വളങ്ങളുടെ കൈകടത്തലുകൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ബയോഡൈനാമിക് കൃഷിരീതി. കാലനിർണയവും ഇതിൽ അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്നു. കൃഷിയിടങ്ങളിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് NPK ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ തോട്ടത്തിലുണ്ടാകുന്ന ഓർഗാനിക് വേസ്റ്റിൽ നിന്ന് ഓർഗാനിക് സാധനങ്ങൾ റീസൈക്കിൾ ചെയ്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കുകയും അതുപോലെ കളകൾ പുളിപ്പിച്ച് ഇലകളിലേക്ക് നേർപ്പിച്ചടിച്ച്
അങ്ങനെ സപ്ലിമെൻ്റ് ചെയ്തും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ചെടികൾക്ക് നൽകാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും അനന്തകോടി നക്ഷത്രങ്ങളും ഉൾപ്പെട്ട മഹാപ്രതിഭാസങ്ങളുടെ അദൃശ്യമായ സ്വാധീനം പ്രകൃതിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ബയോഡൈനാമിക്കിലെ പഠന വിഷയം. ഈ സ്വാധീനം ഏതൊരു ജീവജാലങ്ങളുടെയും സ്വഭാവ നിർണയത്തിന് കാരണമാകുന്നുണ്ടത്രേ. സൂര്യചന്ദ്രന്മാരുടെ സ്ഥാനവ്യതിയാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അതീന്ദ്രിയ ശക്തിക്ക് ഭൂമിയിലെ സസ്യങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. ഈ മാറ്റങ്ങൾക്കനുസരണമായ സാഹചര്യങ്ങൾ കൃഷിക്ക് ഒരുക്കി കൊടുക്കുക വഴി കൂടുതൽ വിള ലഭിക്കുമെന്ന് ഈ കൃഷിശാസ്ത്രം പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ താളങ്ങളോട് താതാത്മ്യം പ്രാപിക്കുക വഴി ചെടികൾ ശക്തരാകുന്നു. 1998 തമ്പി തോമസ് ബയോഡൈനാമിക്കിലേക്ക് തിരിഞ്ഞത്. ജൈവ കൃഷി രീതിയിൽ ബയോഡൈനാമിക് തത്വങ്ങൾ ഉപയോഗിച്ച് പുതിയ രീതിയിൽ കൃഷി ചെയ്തു. അത് മികച്ച ഗുണം തരികയും ചെയ്തു. ഈ ബയോഡൈനാമിക് ഫാമിങ്ങിൽ ഈ പക്കങ്ങളെ നോക്കി, പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ താളങ്ങളെ നോക്കി ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ മണ്ണും ചെടികളും മാത്രമല്ല, അതിനപ്പുറത്തേക്കായിട്ട് കോസ്മിക് സ്വാധീനതകൾ, അതായത് കോസ്മോസിൽ നിന്ന് ചില അദൃശ്യമായ ചില സ്വാധീനതകൾ കൂടെ ഇതിനകത്ത് ഒരു ഭാഗമുണ്ട്. ആ പക്കങ്ങളെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്വാധീനങ്ങളെ അസ്ഥിരപ്പെടുത്താതെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ബയോഡൈനാമിക് ഫാമിങ്ങിൻ്റെ ഒരു പ്രത്യേകത. കാലനിർണയത്തിന് സഹായിക്കുന്ന ബയോഡൈനാമിക് കലണ്ടർ അനുസരിച്ചാണ് തമ്പി തോമസ് കൃഷി ചെയ്തു പോന്നത്. ഈ കലണ്ടറിന്റെ കേന്ദ്രബിന്ദു ചന്ദ്രനാണ്. ചന്ദ്രന്റെ ഗതി നിർണയിച്ച് കൃഷിക്ക് അനുകൂലവും പ്രതികൂലവുമായ സമയങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഓരോ മാസത്തിനും അഗ്നി, ഭൂമി, വായു, ജലം എന്നീ 4 മൂലകങ്ങളാണ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ കലണ്ടർ അനുസരിച്ച് ഒരു ചെടിയുടെ ഏത് ഭാഗത്ത് എപ്പോഴാണ് വളർച്ചയുണ്ടാകുന്നതെന്ന് മുൻകൂട്ടി അറിയുവാൻ കഴിയും. ചന്ദ്രൻ അഗ്നിരാശിയിൽ നിൽക്കുമ്പോൾ, അതായത് ചിങ്ങം, ധനു, മേടം എന്നീ മാസങ്ങൾ കായ്ഫലങ്ങളുടെ ഉൽപ്പാദനത്തെയാണ് സ്വാധീനിക്കുന്നത്. ഇങ്ങനെ ഏതൊക്കെ ദിവസങ്ങളാണ് വളമിടുവാനും വിളയെടുക്കാനും നല്ലതെന്ന് ഈ കലണ്ടർ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ചന്ദ്രന്റെ 4 താളങ്ങളാണ് മുഖ്യമായും സസ്യങ്ങളെ സ്വാധീനിക്കുന്നത്. വാവ്, അയനങ്ങൾ എന്നിവയാണ് അവയിൽ പ്രധാനം. അമാവാസിയും പൗർണമിയും പോലെ തന്നെ ഉത്തരായനവും ദക്ഷിണായനവും മാസത്തിൽ 1 വീതം വന്നു പോകുന്നു. ഉത്തരായന കാലത്ത് വിത്ത് പാകുകയോ ഇലവഴിയുള്ള വളപ്രയോഗമോ ചെയ്യാവുന്നതാണ്. പക്ഷേ ഭൂമിയുടെ ഊർജം ഉൾവലിയുന്ന ദക്ഷിണായന കാലത്ത് ഉരുളക്കിഴങ്ങൊഴികെ മറ്റൊരു കൃഷിയും പാടില്ലെന്നാണ് ബയോഡൈനാമിക് കലണ്ടർ നിർദ്ദേശിക്കുന്നത്. നക്ഷത്രശാസ്ത്രമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ കലണ്ടർ മെയിനായിട്ട് നോക്കുന്നത് ചന്ദ്രൻ്റെ താളങ്ങളാണ് മെയിനായിട്ട് ബയോഡൈനാമിക് കലണ്ടറിൽ നോക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ രാശികളെ മാത്രമല്ല നോക്കുന്നത്, ഈ രാശികളിലെ 27 നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രൻ ഈ രാശികൾ ഈ നക്ഷത്രങ്ങളുടെ സ്വാധീനത്തിൽ കൂടെ യാത്ര ചെയ്യുന്നതും സൂര്യൻ യാത്ര ചെയ്യുന്നതും രണ്ടും നമ്മുടെ പുരാതന രീതിയിൽ നമ്മൾ നോക്കിയിരുന്നത്. അതാണ് ഞാറ്റുവേലയും നക്ഷത്രങ്ങളും പക്കങ്ങളും. അതായത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ നല്ല സമയം നോക്കുക.